ഇന്നെന്റെ പാട്ട് സാരേ ജാതകം കിട്ടി സാരേ ജീവിതം സെറ്റ് സാരേ എന്താ ചേച്ചി? മാമ്പറത്താണുങ്ങളാരും 70 കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഇന്നലെ വരെ പന പോലെ നിന്ന രാഘവനിതാ അറ്റാക്കം വന്നു. പ്രശാന്ത, കല്യാണം പെട്ടെന്നാക്കാൻ നമ്മളിപ്പോൾ എന്താ ചെയ്യാ? നീ പറ. ഇനിയിപ്പം തലശ്ശേരി ഭാഗത്തുനിന്ന് നമുക്കൊരു പെണ്ണ് കിട്ടുന്നു എനക്ക് തോന്നില്ല. സംഗതി ഒരുമാതിരി നെയ്റോസ്റ്റ് വരക്കും പോലെ പരന്നിട്ടുണ്ട്. എന്നാ പിന്നെ പുറത്ത് നോക്കാം അല്ലേ? മാഷേ, നിങ്ങളൊരു ചെങ്ങായി ഉണ്ടായിട്ടില്ലേ, മരിച്ചുപോയൊരു വിനോദം വക്കീല് ഓരൊരു മോളുണ്ട് പല്ലവി. ഓളി മദ്രാസിൽ വലിയ സെറ്റപ്പില്ല, ഭയങ്കര പരിപാടിയാണ്. സംഗതി ബ്രോക്കറിനെ ഓള് വിചാരിച്ചാല് ഇത് നടക്കും. അതൊന്നും ശരിയല്ല. ഓള് ഡൈവേഴ്സ് ആയതാ. ശേഷേ ഇന്നോടുള്ള കല്യാണം കഴിക്കാനൊന്നുമല്ല പറഞ്ഞു. അത് ശരിയാവില്ല അച്ഛാ. സ്വന്തം കല്യാണം നടത്താൻ പറ്റാത്തോളാ എന്റെ കല്യാണം നടത്തുന്നു. ജയേഷ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ എനക്ക് അവനോടൊരു കാര്യം പറയാൻ. എണീറ്റ് പോടാ. നിന്റെ പേര് ജയേഷ് എന്നതിനും അല്ല. ഒന്ന് തിരിച്ചേ. പ്രശാന്തേ, ആ വാതിൽ നടക്കണേ. പ്രശാന്ത് ഏട്ടാ, എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം അങ്ങ് ശരിയാവുമായിരിക്കും. എന്താ 70 വയസ്സിന് മാമ്പറത്താണുങ്ങൾ ചാവുന്നതിനോട് ചാവാൻ നിനക്ക് മനസ്സില്ലടാ. മൈഷു പണിക്കർ പറഞ്ഞതുപോലെ നിനക്ക് 100 വയസ്സ് വരെ ജീവിക്കണം. അതുകൊണ്ട് നീ വേഗം പോയി പെണ്ണ് കെട്ടി കുട്ടികളുണ്ടാക്കി കാണിച്ചതാ. ഇല്ലെങ്കിൽ കുത്തി കൊടലെടുത്ത് മാല പണിയാൻ കൊടുക്കും ഞാൻ. ട്രിപ്പല്ല, നിന്റെ കൊരവളി ഞാൻ പൊട്ടി. നിന്റെ അമ്മേന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞ് നടക്കാണ്ട് വേഗം പോയി പല്ലവീനെ കണ്ട് കല്യാണം ശരിയാക്കാൻ നോക്ക്. അച്ഛൻ പറയുന്നതിനോട് ചെയ്യാ. ഞാൻ കമ്പനിയിൽ വിളിച്ചിട്ട് ലീവിന് ചോദിക്കട്ടെ. ഓക്കെ അച്ഛാ, വിടച്ച പ്ലീസ്. പിടിവിട അച്ഛാ. എന്തായി? നമുക്ക് ബോർഡർ അടക്കാം. നമുക്ക് ബോർഡർ അടക്കാം. വരുന്നുണ്ട്, ശരിക്കും നോക്കോ. Are you okay? അനീഷേ, ഇവിടെ റേഞ്ച് കുറവാ. ഞാൻ പുറത്തിറങ്ങാം. ഇങ്ങോട്ട് വേടാ, വാ ഇങ്ങോട്ട്. എന്തെന്നാ? എനിക്ക് കറുത്ത പെൺകുട്ടികളെ പറ്റൂല അല്ലടാ. നീ എപ്പോഴും മര്യാദ കണ്ണാടി നോക്കിയിട്ടുണ്ടാ? നോക്കടാ, നോക്ക്. ഓൻ്റെ ഒരു ഉറക്കം തൂങ്ങിയ കണ്ണും ഊരിത്താണ് ഷോൾഡറും പള്ള കണ്ടാലും മതി. പേക്കെന്താ അവളെ എൻ്റെ കൂട്ട്. നീ നടക്കുന്നത് എങ്ങനെയാ അറിയോ? മുട്ടിടാൻ പോകുന്ന താറാവ് നടക്കുന്നില്ലേ, അതിൻ്റെ കൂട്ടാ. എടാ ജയേഷേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ സൽമാനല്ല, മാമ്പറത്ത് രാഘവന്റെയും പുല്ലേരി വീട്ടിൽ പഠിക്കൽ ഹേമലതയുടെയും മോൻ ജയേഷാ. അത്രയും ഗ്ലാമർ എനിക്കുണ്ടാവും. അയറ്റാലത്തെ പെൺകുട്ടികളെ പിറകെ നീ പോവാനും പാടുള്ളൂ. തിരിഞ്ഞടാ. ആദ്യം തടിച്ചിട്ട് കുറുതായിട്ട് എന്നെ പോലൊക്കെ തന്നെ ഉണ്ടാവും. എന്നിട്ടാണോ ആ പായൽ കയറിയിട്ട് കിസടിച്ചേ? അവൾക്ക് എന്താ വട്ട? ഓൾ അന്ന് കുടിച്ചിട്ടില്ലായിരുന്നു. ഓളൊന്നും എൻ്റെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു പറഞ്ഞേ. അങ്ങനെയൊന്നും അല്ല. ഏട്ടന് ആർക്കാ ഇഷ്ടമല്ലാത്ത? എനിക്കിഷ്ടല്ലേ. അപ്പൊ ഇനി പറയുന്ന എനക്ക് നല്ല പെണ്ണിനെ കിട്ടുമെന്ന? പിന്നല്ലാണ്ട്. നിങ്ങൾ വേഗം പല്ലവീന്റെ അടുത്തേക്ക് ചെല്ലേ. ആടെ ആ പ്രശ്നം പറഞ്ഞേ എനിക്ക് അറിഞ്ഞൂടെ. ആ കറുത്ത പെണ്ണിനെ കണ്ടേരം ഞാൻ അറിയാണ്ട് ആടുന്ന് അങ്ങ് ഇറങ്ങിപ്പോന്നു പോയി. ഓളാണെങ്കിൽ വല്ലാത്തൊരു ടൈപ്പാന്ന്. പെണ്ണ് കാണിക്കുന്ന പോയിട്ട് ഓളൊന്നും തന്നെ അടുപ്പിക്കുക പോലും ഇല്ല. എന്റെ ജയേഷേട്ടാ, അതൊരു സോറി പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ചേട്ടനൊന്ന് പോയി നോക്ക്.
പല്ലവി എൻ്റെ ചങ്ങായി വിനോദിൻ്റെ മോളാണെങ്കിൽ ഓൾ എനിക്ക് പെണ്ണ് കാണിച്ചു തരുകയും ചെയ്യും. നീ എൻ്റെ മോനാണെങ്കിൽ ഓൾ കാണിച്ചു തരുന്ന പെണ്ണിനെ നീ കെട്ടുകയും ചെയ്യും. പറ്റില്ലാന്നൊരു വാക്കിൻ്റെ വായിന്ന് കേൾക്കാൻ പാടില്ല. യെസ് എന്ന് മാത്രമേ കേൾക്കാവൂ. യെസ്. നോ, ഐ എം സോറി. നിങ്ങളാണോ മാമ്പർത്ത് ജയേഷ്? അതെ. 8B കയറി കൂടിയത് ഓളെൻ്റെ മനസ്സിൽ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനെ ഇടങ്കോലിടാൻ വന്നാട്ടല്ലോ. തെറ്റമ്മയാണ്, പള്ളക്ക് ഞാൻ ഓട്ടിടും. ചേട്ടാ, എനിക്ക് മീശയുള്ള ആണുങ്ങളെ ഇഷ്ടമല്ല. ഒന്നും തോന്നരുത്. കൊറോണയ്ക്ക് ശേഷം ഞാൻ പ്രൈവറ്റ് നോക്കുന്നില്ല. ഗവൺമെന്റ് ജോലിക്ക് സ്ഥിരതയുള്ളൂ. ശരി. എന്റെ ലൈഫിൽ എല്ലാ ഡിസിഷൻസ് എടുക്കുന്ന എന്റെ ബെസ്റ്റിയാ. ഇവൻ കാണിച്ചു തരുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഇവൻ വേണ്ട. ചേട്ടനെ കാണുമ്പോ ഒരു പാർട്ട്ണർ ഫീലിംഗ് കിട്ടുന്നില്ല, ഒരു അങ്കിൾ ഫീലാ. സോറി. ജയേഷ്, എനിക്ക് ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും. വിരോധം ഇല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ടെസ്റ്റ് ഒന്ന് ചെയ്ത് എനിക്ക് റിസൾട്ട് അയക്കുമോ? വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുട്ടികളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. നീ എൻ്റെ മരുവളെ കണ്ട? ആ, നല്ല നെറുമ്പാലിൻ്റെ കളറ് ലോക്ക്. അതെ. അതിൻ്റെ അകത്ത് ഈ കട്ടൻ ചായ ഒഴിക്കാന്ന് പറഞ്ഞാൽ ഈ പരിപാടി ശരിയാവില്ല പല്ലവി. ഏത് പെണ്ണാലും മതി എന്ന് പറഞ്ഞിട്ട് സ്വപ്നങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മളെ ചെക്കൻ മുന്നോട്ട് വരുമ്പോൾ നീ ഓനെ കണ്ട കൈസാട് ബൊമ്പറെടുത്തെല്ലാം കൊണ്ട് പറ്റി അങ്ങ് അപമാനിക്കാം. ജയേഷ്, അപ്പൊ ഈ യെസ് പറഞ്ഞെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരല്ലേ? താനൊരു തുറന്ന മനസ്സോടെയാണ് വരുന്നതെന്ന് പറഞ്ഞ് രാഘവ മാഷ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അയാൾക്ക് പ്രാന്താന്ന്. അല്ല, നിങ്ങളെന്തിനാ ഇതെല്ലാം അറിയുന്നത്? നിങ്ങളൊരു ബ്രോക്കറല്ലേ? കുടുംബമായി പോലും നോക്കാണ്ട് കണ്ട ചപ്രാച്ചി പെണ്ണുങ്ങൾക്ക് പോലും ഞാൻ ഓക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിനാ? മാങ്ങാത്തൊലി. ഓ, ഒരുത്തിക്ക് മീശിൽ ആണുങ്ങൾ ഇഷ്ടമല്ല പോലും. പിന്നെ ആണുങ്ങളായപ്പോൾ മീശിണ്ടാവൂലേ? ജയേഷ്, അതിന് ഞാൻ ഈ കാണിച്ച കുട്ടികളെല്ലാം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണോ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? അവരുടെ അടുത്ത് ആദ്യം മനസ്സോർന്ന് സംസാരിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടത്? നിങ്ങൾ ഈ സോഷ്യൽ സ്റ്റഡീസിന്റെ ക്ലാസ് മതിയാക്കി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. ജയേഷ്, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഞാനൊരു സാധാരണ മാച്ച് മേക്കറിനെ പോലെ എങ്ങനെങ്കിലും ഒരു കല്യാണം നടത്തി ഫീസ് മേടിച്ച് പോകുന്ന ഒരാളല്ലെന്ന്. പണം വാങ്ങിയിട്ട് ഒരു ബ്രോക്കർ പറയുന്ന വർത്തന ഇത്. കട്ടു, വണ്ടി നിർത്തിക്കേ. പൈസ വയ്ക്കുമ്പോ വണ്ടി നിർത്തുന്ന പരിപാടി അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. നിർത്ത്. ആദ്യം ഒരു 1000 കണ്ടീഷൻസ് വെക്കുക. അതൊന്നും നടക്കാതെ ആകുമ്പോ ആരുടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി എങ്ങനെങ്കിലൊക്കെ ഒരു കല്യാണം നടത്തുക. രണ്ട് കുടുംബങ്ങൾ എങ്ങനെങ്കിലും ചേർത്ത് വെക്കുന്ന ഒരു പ്രോസസ് അല്ല വിവാഹം. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പറ്റുന്ന രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ഒരു പുതിയ കുടുംബം ഉണ്ടാക്കിയെടുക്കുന്നതാണ് വിവാഹം. ജയേഷ്, this is where we part our ways. പല്ലവി പ്ലീസ്. All the best. പല്ലവി. പല്ലവി, എന്റെ കുമ്പിടി തലയിൽ കാക്കോത്താണെന്ന് നോക്കോ.